അങ്ങനെ തന്നെ ലേഗൂസ് ആഗ്രഹം പോലെ ഇതാ പുതിയ അടുപ്പിൽ പാല് കാച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. മീനെല്ലാം ഇട്ട് നമ്മളെ മീൻകറിയെല്ലാം നല്ലോണം തളക്കരായി. അപ്പൊ നമ്മളെ മുരിങ്ങയില വറവും കൂടി റെഡി ആയല്ലേ? എത്ര പെട്ടെന്നാവുന്നല്ലേ. അപ്പൊ എന്താ ഞാൻ ഈ കാണുന്നത്? മണിന്റെ അടുപ്പ് മേണിക്കുകയും ചെയ്തു, ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ? എത്ര വേഗം അടുപ്പത്ത് വെക്കുമ്പോ മണിക്കഴിഞ്ഞു. അങ്ങനെ അമ്മേന്റെ ആഗ്രഹം സഫലമായി സുഹൃത്തുക്കളെ. അമ്മക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെ നമ്മ പോയി കഴിഞ്ഞാലും അമ്മ ആദ്യം നോക്കല് ഈ അടുപ്പാന്ന് മണ്ണിന്റെ. അപ്പൊ എന്താ ഇന്ന് നമ്മളെ ആദ്യത്തെ അടുപ്പിന് റെസ്റ്റ് കൊടുക്കാല. കാരപ്പലം ചുടുമ്പോ കാരപ്പം ചുടാനാവുമോ നോക്കണം. അന്നേരം നമുക്ക് നിലത്തിരുന്നിട്ട് ചൂടേണ്ടി വരില്ല. അന്നേരം ആവുക. പിന്നെ ഈനെല്ലാം തട്ടാക്കേണ്ടി വരും, ഇരുത്തി വറക്കണം. അല്ല കാക്കയ്ക്ക് തന്നെ ഇങ്ങനെ ചൂടടിക്കൂലേ. അപ്പൊ ഇന്നലെ നമ്മ ചീമേനി മുണ്ടിയക്കാവില് പോയേരം വാങ്ങിയതാന്നേ. സന്തോഷായി. എന്നാ അടുപ്പത്ത് വെച്ചിട്ടില്ലേ? കപ്പയാ? അപ്പൊ കപ്പ വെച്ചിട്ടാണ് കേട്ടാ ഉദ്ഘാടനം ചെയ്തത്. മഞ്ഞളിന് 2-3 തള എടുത്തു. അപ്പൊ ആറുതെല്ലാം പൊരിച്ചാൻ പോരാ കപ്പ ഇടിന്. താളിഴങ്ങുണ്ട്, 2 താളിഴങ്ങും ബാക്കി കപ്പ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടില്ലേ. ഇത്രയും താൾക്കും ഞാൻ വെച്ചിട്ട് എന്താ പറയാ, ഈ ഇത് അടുപ്പ് തന്നെ ചൂടായില്ലേ, അന്നേരം വേഗം താക്കുന്നു. വേറൊരു ഒന്നും കൂടി ഉണ്ടായിന്, അതാ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിട്ട്. പക്ഷെ അത് ഇത്ര വിസ്താരമില്ല, നല്ലുണ്ട് കാണാൻ. അതോടെ വെച്ചത് വാങ്ങി. അതൊന്നേ ഉണ്ടായി. എല്ലാരും ഭൂരിപക്ഷം ഇതിനോടാണ് ഉണ്ടായിന്. എന്താ വെച്ചാൽ ഇത് കുറച്ച് വായു വിസ്താരം ഉണ്ട്. നമുക്ക് കുറച്ച് വലിയ ചട്ടിയെല്ലാം വെക്കാം. വലിയ കലം വെക്കാൻ പറ്റും. വലിയ കലം വെക്കാനോ ചെറുതേ വെക്കാനാവുള്ളൂ. ഇത്ര വായു വിസ്താരം ഇല്ല. അത് വേറെ കുറച്ച് ലൈറ്റ് കളറല്ലേ ഇത്. അമ്മക്കത് തിന്നണ്ട ഇഷ്ടമുണ്ട് തോന്നുന്നു അതിനെ കണ്ടിട്ട്. അങ്ങനെയാ നമ്മ കളിക്കുന്നുണ്ടതിന്. ഇപ്പൊ ചോദിച്ചേ വിറക് നിറച്ചാകുമ്പോ നല്ലോണം തീ ഉളർന്ന് ഇത്ര ആകുമ്പോ വേഗം ചൂട് പറ്റൂലെല്ലാം പറഞ്ഞു. ഇപ്പൊ നോക്കിയേ തീ എത്ര മേലേക്ക് പോന്നു. അപ്പൊ നമ്മളെ ആദ്യത്തെ പാലായിരുന്നു കാച്ചുണ്ട്. നമ്മളെ നാടൻ ഭക്ഷണം, നമ്മളെ കപ്പ തന്നെ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കളിച്ച കപ്പ തന്നെ വെച്ചിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ പാലായിരുന്നു നമ്മൾ കാച്ചുണ്ട്. അതന്നെ ഞാനും പറഞ്ഞു, പാലായിരുന്നു കാച്ചുണ്ട്. പാലുണ്ടായിട്ടേ കാച്ചണം. ഞാൻ്റെ അതാ പറഞ്ഞു, ഇപ്പൊ പാല് കൊണ്ടുവന്നിട്ട് കാച്ചാന്ന്. കപ്പ വാങ്ങിയിട്ടാണ് അച്ഛമ്മ കുക്കറിൽ വെച്ചാൽ അതിന് വേഗം ആവൂലാന്ന്. അപ്പൊ അതാ കത്തിയ വിറകാകുമ്പോ തന്നെ കപ്പ തിളച്ചത്. അവർ മറിഞ്ഞിട്ട് നോക്കി അത്രയും തിളത്തിന്റെ ഇതുണ്ട്. ഇപ്പം അമ്മ മഴയെല്ലാം പെയ്താൽ നമുക്കിതാ പുറത്ത് ഈ ഓല കൊണ്ട് പൊത്തിയ അടയാണ് നമ്മളെ വിറകടുപ്പ്. അപ്പോൾ മഴയത്തൊന്നും നമുക്ക് അട വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി പറ്റില്ല. അമ്മ പിന്നെ വിറകടുപ്പിൻ്റെ ആളാന്നല്ലതാ. അമ്മേരെ ഞാലി മൊത്തം അമ്മ മഴ വരുമ്പോൾ വാരിക്കൊണ്ട് ഇട്ടാന്ന് കേട്ടോ വിറക്. ഉണ്ണിയപ്പായാലും നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കല് പലഹാരെല്ലാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഞാരിയിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ആക്കാം. അവിടെ കാരപ്പം ചുടുന്ന ഓർഡർ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ചോറ് ഇടുന്ന് വെക്കാലോ. മുറ്റത്ത് അടുപ്പ് പിന്നെ ഇനി മഴയത്ത് കത്തിക്കാനാവില്ല. ഇനി മഴ മാറിയല്ലേ കത്തിക്കാനാവുള്ളൂ. അതും എനിക്ക് വേഗാവുന്ന അടുപ്പാന്ന്. എന്താ വെച്ചാൽ കല്ല് വെച്ചിട്ട് ചളി തേച്ചതുകൊണ്ട്. അമ്മേനെ ഉണ്ടാക്കിയാന്ന് കേട്ടാ പണ്ടേ നമ്മ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന് അത് ആക്കുന്ന ചളിയെല്ലാം തേച്ച്. അപ്പൊ എനിക്ക് സമാധാനായി ഇങ്ങനത്തെ ഒരു അടുപ്പ് കിട്ടിയോണ്ട്. അപ്പൊ മഞ്ഞളിൽ നിന്ന് നടുന്നുണ്ടോ അമ്മ? മഞ്ഞൾ ചാണപ്പൊടി കൊണ്ടുവരണത്രേ. അതെയോ? അപ്പൊ അമ്മ മഞ്ഞളിനവിടെ താറയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. 1-2 എടുത്ത് വെച്ചിട്ട് മഞ്ഞൾ കുറെ നടാനുണ്ട് ഇത്ര. ഇന്നിപ്പം അവിടെ തായല് അന്നേ നട്ട മഞ്ഞൾ കളച്ചിട്ടതാ. പാളയില് ഒന്ന് കളച്ചു കിട്ടിയ മഞ്ഞളാ. അതെയോ? ഇന്ന് കളിച്ചതാ പാളയിലുള്ളത്? മറ്റേ അടിയിലതാ സിമെന്റിന്റെ ചട്ടിയിലെല്ലാം വിത്താന്ന് കേട്ടാ നമ്മ അന്ന് എടുത്തു വെച്ചത്. കൊല്ലം നടണം, കുറെ നടണം. അപ്പൊ ഇന്നലെ നമ്മ ചീമേനി മുണ്ടിയക്കാവില് പോയിട്ട് വരുമ്പം നല്ല ലേറ്റ് ആയി നീട്ടാ. 2 മണിയായി നീടെ എത്തുമ്പോഴത്തേനും. നമ്മ ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോ ഇറങ്ങിനി വീട്ടിൽ നിന്ന്. അവിടെ എത്തുമ്പോഴത്തേനും മഴ പറഞ്ഞാലും മഴ പോന്ന്. പിന്നെ കുറച്ച് നിൽക്കുന്നു. പിന്നെ ആദ്യം അതേ ഇടിമഴയും പിന്നെയും വരുന്നു. നമ്മ അവിടെ നിൽക്കുമ്പോ തന്നെ 3-ാം ഘട്ടവും വന്നിട്ട് നമ്മ ഇങ്ങോട്ട് വരുന്നു. അത്രയും 3 പ്രാവശ്യം മഴ പെയ്തു. നമ്മ അവിടെ ഒരു പീടിയ കയറി നിന്നിട്ട് നമ്മ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പോകുമ്പോഴത്തേനും ആദ്യം മഴ പെയ്തു. കയറി നിന്നത് തട്ടുകടയിൽ. അപ്പന്നെ അനൗൺസ് ചെയ്ത് പിന്നെ ഭക്ഷണം നിർത്തി വെച്ചിരുന്നു. നമ്മ ഭക്ഷണം എല്ലാം കിട്ടിട്ട് ആ മഴ പെയ്തിട്ടില്ലെങ്കിലല്ല നമുക്ക്
രാത്രി ഉച്ചക്കും അവിടെ ഭക്ഷണം ഉണ്ട് കേട്ടോ, അന്നദാനം ഉണ്ട്. എന്നിട്ട് നമ്മ ആ തട്ടുകടയിൽ നിന്ന് ലൈറ്റായിട്ട് കഴിച്ച്, അധികം ലോകവും ഹെവി ആയിട്ട് കഴിച്ചു, നമ്മ ലൈറ്റായിട്ട് കഴിച്ച്. പിന്നെ അമ്പലമല്ല മുണ്ടിയാന്ന്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തൊന്നും കഴിച്ചിട്ട് പോകുന്നതൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മ ഉള്ളിൽ കയറിയിട്ടുമില്ല, എന്താ വെച്ചാൽ ഭയങ്കര തിരക്ക്. മഴ ആയതുകൊണ്ട് ആള് കേറിയിട്ട് അത്രയും മഴ പെയ്തിട്ട് ഈ ആൾക്കാരിൽ എവിടെ കയറി നിന്നോമാ, എന്ത് തിരക്കല്ലേ. നിക്കാൻ വേണ്ടിട്ടാണല്ലോ. അല്ല എന്നാലും എന്ത് തിരക്ക്, മഴയൊന്നും ആക്ക ഒരു പ്രശ്നമല്ലാട്ടാ. ആളെല്ലാം നിക്കുന്നത്, മഴ അങ്ങ് പോകുമ്പോ ആള് കൊടുക്കണം. അത് തിരക്ക്, നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ട് അത്രയും തിരക്കാണ്ടായിന്. തോറ്റാന്ന് രാത്രിക്ക് ഉണ്ടാവല്, പകല് തെയ്യും. മണ്ണാരത്തില് പൈസ ഇട്ടിട്ട് തൂത് ചന്തരെല്ലാം കറങ്ങി നമുക്ക് വേണമെന്ന് വിചാരിച്ച സാധനം ഞാൻ 2-3 ചട്ടി വാങ്ങിയിട്ടുണ്ട്. എനക്കും ഞാൻ വിചാരിച്ചത് എനക്കും കിട്ടി. അടുപ്പ് പണിക്കണം വിചാരിച്ച് കിട്ടി. പിന്നെ ഈ കാരപ്പം ചെയിൻചട്ടിയിലിട്ടാൽ അതിന് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോട്ടുള്ളത് ഞാൻ കഴിഞ്ഞ കൊല്ലേ കണ്ടുവച്ചിന്, അതും വാങ്ങി. പിന്നെന്ത് വാങ്ങിയ ഞാൻ 2 പുതപ്പ് അല്ലേ, 2 പുതപ്പ്, ചവിട്ടി വാങ്ങിയിട്ടുണ്ട്. വാങ്ങിട്ടേ കത്തി തേങ്ങ പൂളാൻ വേണ്ടിട്ടുള്ള കത്തി എൻ്റെ പിടി ഇങ്ങനെതാ, ആ പിടി ഇളകി എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മ തേങ്ങ പൂളാൻ എടുക്കുന്ന കത്തി. അമ്മ കപ്പ മുറിച്ചിട്ടാണ് കേട്ടോ, വെള്ള കളർ വന്നിന്. അപ്പൊ നല്ല കൊക്ക് ഉണ്ടായോണ്ട് പൂളാൻ എളുപ്പാന്ന് അതിനെ കൊണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു കത്തി മേടിച്ച്, ഇത് പഴയതായി, ഇത് കാരം മേടിച്ചല്ലേ. നമ്മ പണ്ട് പ്രാന്തൻചാല വീട്ടിലുണ്ടാകുമ്പേ ഇല്ലേ, പ്രാന്തൻചാല വീട്ടിലുണ്ടാകുമ്പേ ഇല്ലേ, ഇവിടത്തേക്ക് മാറിയിട്ട് തന്നെ ഇപ്പൊ 10 കൊല്ലത്തിലധികം. ചായ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റാ അടുപ്പത്ത് തിളക്കുന്നു. ഞാനും ഒന്നും ആക്കിയിട്ടാ, ഞാൻ രാവിലെ എണീച്ചാട്, അതുകൊണ്ട് വേഗം ചോറങ്ങ് അടുപ്പത്താക്കി. നല്ല ചോറുണ്ട്. എന്നിട്ടാ അനിയുടെ പറഞ്ഞ അവല് പണിക്കാണ്ട്, അവല് പണിക്കാൻ. മീനുണ്ട്, പുതിയ മാപ്പിള നമ്മ പറയും, കിളിമീൻ. മുരിങ്ങാച്ചപ്പാടെ നല്ല ഫ്രഷ് ഉണ്ടാകും. അതിനിടയ്ക്ക് ഞാൻ പറിച്ചിട്ട് പരിപ്പും മുരിങ്ങയും കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടേ. അമ്മേൻ്റെ ഫേവറേറ്റ് ആണ്, നല്ല രസം ഉണ്ടായിട്ട്. അത് കുറച്ചേ ഇടാൻ പാടുള്ളൂ, നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മളെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്നാ അടുപ്പത്തേക്ക് വെച്ചത്? ഇനി വെള്ളം ഊറ്റണം അല്ലേ? ഇതാ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. വറുത്തിടണ്ടേ? താഴങ്കിഴങ്ങുണ്ട്, കപ്പയുണ്ട്. ഉടക്കണമോ? അമ്മ ഇതിന്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സാധനം വെള്ളത്തിന് പിടക്കുന്നുണ്ട്. അതിനിപ്പോ ആക്കാതെ നിന്നാലും ഉച്ചയാവും കേട്ടാ. അത് കാണിച്ചു കൊടുക്കാല. അച്ഛൻ പിടിച്ചോണ്ടെന്നെയാണ്. പുതിയാപ്പിളയല്ല, എനക്ക് അച്ഛനെല്ലാം പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഇതിന്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിച്ചാ വെള്ളത്തിൽ പടക്കുന്നുണ്ട്. വാ നോക്കാല. ഇന്നലെ തുള്ളിപ്പോയി അമ്മ. ഇന്നലെ ഞാൻ രാത്രി രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോണ്ട് വൈക്ക് കിടക്കുന്നത്. എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് വേഗം പിടിച്ചിട്ട് വാക്കലിട്ടാന്ന്. അത് അച്ഛൻ വലിയ കല്ലും ഇതെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് അങ്ങനെ തുള്ളിപ്പോയിന്ന് അറിയില്ല. അല്ല പാര. തുള്ളിയാ നമുക്ക് ഇപ്പൊ എന്നെ പിടിക്ക. വാല് മാത്രമേ കാണുന്നില്ല കേട്ടോ, 2 ഉണ്ട്. ഇത് ഇങ്ങനെ മറിഞ്ഞിട്ട് തുള്ളിയിട്ട്. അച്ഛൻ പറഞ്ഞല്ല 2 ഉണ്ടെന്ന്. വെള്ളം കലക്കാക്കീനി, കാണുന്നില്ല. അതിൽ കിടന്നു. വാല് മാത്രമേ കാണുന്നില്ല. ചാടികുളിയാക്കീനി വെള്ളം. അമ്മ വീട്ടിലുണ്ടായാലും റെസ്റ്റ് ചെയ്യില്ല. മഞ്ഞളുടെ പണി. മഴ പെയ്തില്ല, എല്ലാം മുളക്കാൻ കളിക്കലായി നടാൻ വേണ്ടിയിട്ട്. നട്ട് കഴിഞ്ഞാൽ മനസ്സമാധാനമായി. പിന്നെ ഇന്നലെ വിത്തും മേടിച്ചിട്ടേ എല്ലാരും മഞ്ഞളെല്ലാം നടാൻ തുടങ്ങിയോ? തുടങ്ങും എല്ലാവരും ഇപ്പോൾ. മഞ്ഞൾ നടണം, താളൻകിഴങ്ങ് നടണം, കപ്പ 2-3 മരട് നടണം, 5-6 മരട് നടണം വിചാരിക്കുന്നുണ്ട്. ഇതാ വെള്ളമെല്ലാം മറിച്ചിട്ടുണ്ട്. വലുതാണ്, ഒന്ന് കുറച്ച് ചെറുതും. എന്നാലും 2 നല്ല സൈസ് ഉണ്ട്. വെള്ളമെല്ലാം മറിച്ചിട്ട് ഇതാ
അച്ഛൻ കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം മറിച്ച് തന്നിട്ടുണ്ട്. രണ്ടിനും ജീവൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അടങ്ങി കിടക്കുന്നതെന്നേ ഇല്ല. എപ്പാ തുള്ളലെന്ന് അറിയില്ല. വലിയ കൊടുക്ക കുറച്ച് പാല്. അങ്ങനെ എൻ്റെ ലേഗൂസ് ആഗ്രഹം പോലെ ഇതാ പുതിയ അടുപ്പിൽ പാല് കാച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ പാല് കാച്ചണ്ടേ ലേഗൂസ്? ആദ്യം പാല് കിട്ടിയിട്ടല്ല കിട്ടിയത്. ആദ്യം തന്നെ ഈ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഉണ്ടാക്കാനില്ല ആകാംക്ഷയില്ല. അമ്മ വേഗം കിട്ടിയത് അടുപ്പത്ത് വെച്ചു അല്ലേ? അത് സാരില്ല, നമ്മളെ നാടൻ നമ്മളെ സ്വന്തം സാധനം തന്നെ അടുപ്പത്ത് വെച്ച് നല്ലതന്നെ. നല്ല ഇതായി വേഗം പിന്നെ കപ്പാവുകയും ചെയ്തു, തളക്കുകയും ചെയ്തു. ചോറും ആയി. ഇപ്പൊ അതിനകത്ത് പാലും കാച്ചുന്നു. ചോറും ഇതവിടെ വാർത്തു കൂട്ടാ. കാലത്തിന് കുറച്ച് കരി പറ്റുന്നേ ഇല്ലു. കരി പറ്റിയ സാധനമില്ല. നമുക്ക് വേഗം പുറത്തുനിന്ന് വെണ്ണീരിട്ട് കഴുകാലോ. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന്. അത് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഞാൻ പറയുന്നു. പാലോണം തിളച്ചുകൂട്ടാ. അപ്പോൾ തിളച്ചിട്ട് അമ്മ തിളച്ചിങ്ങനെ തൂവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല, നമുക്ക് കുടിക്കാൻ വേണ്ടി. അമ്മ സാധാരണ തിളച്ചിങ്ങനെ മെറിയണ്ടമ്മ പുതിയ പുതിയ അടുപ്പ്. പാല് കുറച്ചറിയില്ലു പിന്നെ അമ്മ കൊറേ നാളായില്ല അമ്മിയിലരച്ചിട്ട്. അല്ലെങ്കിൽ എപ്പോ നമ്മ ഇന്നുണ്ടെങ്കിൽ അമ്മിയിലാന്ന് ഇറക്കല്. ഇത് നല്ല കാന്താരി ചമ്മന്തി കപ്പക്ക്. കാന്താരി കൊണ്ടുവന്നിട്ട് ഒരു മാസമായി. കൊട്ടയെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവൂല. അടുപ്പാടന്നെ ഉണ്ടായതുകൊണ്ട് അമ്മീന്റെ പൊസിഷൻ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് കേട്ടാ. പൊടിച്ചെടുക്ക. ഒന്ന് ചതക്കേ വേണ്ടു. ഉള്ളിയൊന്നും ചതയാം. നല്ല എരിവുണ്ടമ്മ. അമ്മ ഉപ്പുണ്ടോക്കാൻ പറഞ്ഞാന്ന് എരിഞ്ഞിട്ട് ചത്തു. നല്ല എരിവുണ്ട്. അങ്ങനെ നമ്മളെ കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കാന്താരിയും ചമ്മന്തി. പട്ടണക്കാരൻ ഉള്ളിയും കാന്താരി. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി റെഡി ആയില്ലേ? ആ എരിവിലൊന്ന് ബാലൻസ് ചെയ്യാം. കപ്പയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം ദേവസേ. അമ്മമ്മ കപ്പോട്ട് കപ്പയും കൂട്ടി അടിക്ക. കപ്പയും നമ്മളെ പാല് കാച്ചിയതി പുതിയ അടുപ്പില്. എന്നിട്ട് ഇപ്പൊ ഹോർലിക്സ് ഉണ്ട്, നമുക്ക് ഹോർലിക്സ് ഇട്ടിട്ട് കുടിക്കാം. ഹോർലിക്സ് ചെറുതിട്ടാകുമ്പം വരെ ഹോർലിക്സ് കുടിച്ചിട്ട. ചെറിയ കുഞ്ഞിണ്ടാകും വരെ ഹോർലിക്സ് കുടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ അമ്മ പറയൂ, നിനക്ക് ഞാൻ വാങ്ങി തന്നെങ്കിലും പറയണ്ടോ. ഇതാ അതിക്ക് ലോകൂരാന്ന് ഹോർലിക്സ് ഒന്നും വാങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ഇതില് കാര്യമായിട്ട് ഒന്നും ഇല്ല. ഹോർലിക്സ് കൊടുക്കല് ഭയങ്കര കട്ടയായിട്ടെല്ലാം ഉണ്ടാവും. ഇട്ട സ്പൂൺ തന്നെ ഇട്ടിട്ടല്ലോ വേഗം കട്ടയാവും ഹോർലിക്സ്. ഓർമ്മയുണ്ടമ്മ ഹോർലിക്സ്. അമ്മക്കാ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ടാവില്ലേ. അമ്മ രാവിലെ മഞ്ഞളിനെല്ലാം മൂട് കൂട്ടി, പിന്നെ ഇന്നലെ രാത്രി ആടുന്ന് അപ്പും മുട്ടയും കഴിച്ചതേ ഇല്ലു. പിന്നെ കഴിച്ച് അല്ല അപ്പും മുട്ട അറിയുന്നത് ബ്രെഡ് ഓംലേറ്റ്. ബ്രെഡ് ലൂഗു മതിയാന്ന് അപ്പും ചിക്കനും കഴിച്ചിന്. ഞാൻ വന്നിട്ട് നിങ്ങൾ അമ്മമ്മയുടെ അടുത്ത് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിട്ടേ അതിന്റെ ഒപ്പം കുറച്ച് ചോറ് പേർക്ക് തിന്നിട്ട് അങ്ങനെ വിശക്കുന്നുണ്ടായി. അപ്പൊ നമ്മ താളങ്കിഴങ്ങും കപ്പയും കാന്താരി ചമ്മന്തിയും കൂടി കഴിക്കലേ. അതിൻ്റെ ഒപ്പം പാലും ഹോർലിക്സ് അല്ല നമ്മളെ പുതിയ അടുപ്പിലാക്കിയതാണ്. വെള്ളയെ ആവുന്നുണ്ട്.
കപ്പയായി, ചോറ് തിളപ്പിച്ചു വറുത്തു, പാല് കാച്ചി, ഇപ്പൊ അരി അവിടെ തീമട്ടിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ളത്. ഞാൻ രാവിലെ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിനി. എണീക്കാൻ വയ്യതുകൊണ്ട് പിന്നെ എല്ലാം കൂടി വയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ആക്കി. അപ്പൊ 350 അവര് പറഞ്ഞത് 350 എടുത്തിട്ടു, 330 എടുത്തിട്ടു. അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുന്നവര് അടുപ്പ് വേണമെങ്കിൽ പുറത്ത് പിന്നെ വെക്കണമെങ്കിൽ അടുപ്പ് നല്ല അടുപ്പാന്ന് ഞാൻ കത്തിച്ചിട്ട് പറയുന്നു. ഞാൻ വെച്ചാൽ ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ അതിലാവൊന്നും ചെയ്യില്ല വേഗമൊന്നും. ആടേ കത്തും, ഊതും വേണ്ട ഒന്നും വേണ്ട, ഓരോ വിറക് വെച്ചു കൊടുക്കുകയേ ഉള്ളൂ. കൊറേ സമയം കത്തിച്ചാൽ എന്തെങ്കിലും ആവും അടുപ്പം. എന്താ അതിനാ പകുതി താത്ത കൊടുത്താലും ഒന്നും ആവില്ല. ഇപ്പൊ ഇങ്ങനെ ഇല്ലത് നമ്മളിപ്പോ ഇന്ന് ഞാൻ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എല്ലാം വെച്ചല്ലേ, ഇനി അപ്പം നേരെ ചോറിലും പൊക്കുള്ളൂ. അപ്പം നഷ്ടമില്ല മണിച്ചിന്. കറിയല്ലേ ഇനി അതിൽ തന്നെ ആക്കുന്നത്. ഇന്ന് മൊത്തം നമ്മളെ മണ്ണിന്റെ അടുപ്പിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടാ. മൊത്തം മണ്ണടുപ്പ് ചലഞ്ച്. ഇപ്പൊ മണ്ണിന്റെ ഉടുക്കല് ചോറ് അരി അടുപ്പത്തിട്ടുണ്ട്. അതിന് മീൻകറിയെല്ലാം ആക്കും. ലോബുവിന് ഇന്നലത്തെ ക്ഷീണം മാറിയില്ലല്ലോ, ഒരേ ഉറക്കനെ. എന്നിട്ട് ഇപ്പം വിളിച്ചിട്ട് ചായ കൊടുത്തു രണ്ടാക്കും. അങ്ങോട്ട് പോകാൻ ഒരു തിരക്ക്, ഇങ്ങോട്ട് വരാൻ ഒരു തിരക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ പോവാ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ പോവാൻ വേണ്ടി അതുകൊണ്ടാണ് മഴയും. ഇപ്പൊ നമ്മളെ കപ്പയും അല്ല കാന്താരി ചമ്മന്തി ഇങ്ങനെ മുക്കി ചെറുങ്ങനെ മുക്കിയതിട്ടാ ഭയങ്കര എരിവാണ്. അമ്മ വയനാട്ടിൽ പോയിട്ട് വരുമ്പോ കൊണ്ടുവന്ന കാന്താരിയാണ്, ഭയങ്കര എരിവാണ്. ചൂട് പോലെ നല്ല സമയത്ത് ചൂടിന് നല്ല ആശ്വാസം. നല്ല മധുരല്ലേ കുടിക്കും. ചിരുമേനി പോയാലും എന്തെന്നല്ല നാട്ടിനോട് വരാൻ തോന്നില്ല അല്ലേ, കണ്ടിട്ട് ചന്ത. ആ ചന്തക്കാർക്കെല്ലാം വെറും നഷ്ടമാണ്. മഴയാകുമ്പോ കച്ചവടേ ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ ഫ്രഷ് നല്ല മുരിങ്ങയില ഉണ്ടെന്ന്. ഇവിടുന്ന് വന്ന് പരിപ്പും മുരിങ്ങയിലും കറി വെക്കാൻ വേണ്ടിട്ട് പറിച്ചിട്ടുണ്ടായിന്. അന്ന് ഞാൻ കൊമ്പ് കൊത്തിയതാണ്. അതിതാ നല്ല പോലെ തഴുത്ത് വന്നിട്ടുണ്ട്. ലോകട്ടിന് ഇഷ്ടല്ലേ മുരിങ്ങയില? നമുക്ക് ഉപ്പേരി വെക്കാട്ടാ. ഇതിപ്പം വലിയൊരു മരമായി മുരിങ്ങണ്ട്. ഇങ്ങനെ പൊട്ടിക്കുന്ന ഒച്ചയൊക്കെ നല്ല രസം. ആ ടിക് 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 കൈക്കത്ത് കൊട്ടല മുടിക്കൂലേ, അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ട്. ഞാൻ പിടിച്ചിരുന്നല്ലോ. ആ വേണ്ട. കുറച്ചും കൂടി പറിച്ചോ. കൊമ്പ് പക്ഷെ കോലൊന്നും പിടിക്കുന്നില്ല. മുരിങ്ങാക്കോല് മുരിങ്ങാക്കോൽ എടുത്തു. മുരിങ്ങാക്കോല് ഇതുവരെ ഇവിടെ പിടിച്ചിട്ട്. ഇതങ്ങനെ മുരിങ്ങാക്കോല് പിടിക്കാത്ത മുരിങ്ങയാണ്. നല്ല മുരിങ്ങ ചപ്പ പിടിക്കുന്നില്ലോ. മതിയാവില്ലേ? മതിയായി, ധാരാളമായി. ഇവിടെ ഒരു കുന്നാന്ന്, അതുകൊണ്ട് ബാലൻസ് കിട്ടുന്നില്ല. പോരെ? ധാരാളം. ഭയങ്കര കാറ്റായിപ്പോ. അതും കൂടി പറിച്ചിട്ട് പോവാം. ഭയങ്കര കാറ്റുണ്ട് ഇപ്പൊ. എന്താ മധുരക്കിഴങ്ങിന്റെ വള്ളിയാന്ന്. മധുരക്കിഴങ്ങാ നല്ലത്. മധുരക്കിഴങ്ങിന്റെ വള്ളിയാണ്. അവ കേറി കേറി അങ്ങോട്ടും കയറിപ്പോയി. നമുക്ക് കറിവേപ്പിലയും കൂടി പറിച്ചിട്ട് പോവാം. ഓക്കെ, എന്നാ പിന്നെ വേഗം കറിവേപ്പില അരിക്കാൻ നമുക്ക്. നിങ്ങളേക്ക് നോക്കാം. ഞാൻ വെച്ച് കറിവേപ്പിലായിരുന്നു. ഞങ്ങൾ തിരിച്ച് നിങ്ങളെ മുഖം കാണുന്നില്ലമ്മ, ഇത് മൂടിയിട്ട്. ഞാൻ കൊമ്പ് താച്ചരണാ മതിയാവോ? ഇന്നത്തെ കറിക്ക് മതിയില്ലേ, നമുക്ക് ദിവസം പറിക്കാതാ. ഇത്രയും മൂലം ഇതെല്ലാം കണ്ടാ അമ്മ. അതൊന്നും പോവമ്മ. അവിടെ പിങ്ക് മഞ്ഞളിന്റെ ഉണ്ട്. നമ്മളെ ചാമ്പക്ക് വരെ നോക്കി. മഞ്ഞളല്ല കത്തി മഞ്ഞള എന്നറിയില്ല. അമ്മ കൊണ്ട് നട്ടിട്ടുണ്ടോ? അമ്മയോട് ചോദിച്ചാലേ നോക്കറ ചാമ്പക്ക വേണോ? വേണ്ട. ആ പറിച്ചോ, നല്ലതല്ലേ. അമ്മമ്മക്ക് ഇഷ്ടം.
അല്ലേ നമുക്കല്ലേ നമ്മളെപ്പോഴും നല്ലത് ആ അങ്ങനെ വീട് കൊണ്ട് പോവാ മുരിങ്ങയില കറിവേപ്പിലുണ്ട് കറിവേപ്പിലുണ്ട് മതിയായത് കൊറേ ചാമ്പക്ക ആ കൊന്ന കൊറേ വെള്ളം കിട്ടുന്നു. അമ്മ നിങ്ങൾ അസിസ്റ്റന്റിനെ ആക്കിയിട്ടുണ്ട് ഇളക്കാൻ വേണ്ടിട്ട്. ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒന്നാക്കുമ്പോ വന്നിട്ട് പറയും അമ്മേ ഞാൻ ആക്കാം. അപ്പൊ മീൻകറിക്കില്ലേ ഉള്ളി തക്കാളി പച്ചമുളക് അല്ല മാം അതൊന്ന് എണ്ണയിൽ വാട്ടിയിട്ട് അരച്ചിട്ടാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. മീനെല്ലാം മുറിച്ചിട്ട് ഇവിടെ മഞ്ഞളും ഉപ്പും പെരക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടേക്കറുന്ന് നമ്മളെ അടുപ്പിലല്ലേ വെക്കുന്നത്. ഒന്നും കൂടി പറഞ്ഞോ. 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1.5 സ്പൂണ്. 1.5 സ്പൂൺ. നമ്മ മാങ്ങിയിട്ടാ വെക്കുന്നത്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ മാത്രം മല്ലിപ്പൊടി ഇട്ടിന് കേട്ടാ. ഇതെല്ലാം മൂത്ത് വരട്ട്. 1.5 സ്പൂൺ മുളക് പൊടി. മീൻകറിക്കിലെ മസാല റെഡി ആയിട്ടുണ്ട്. മീൻ മുറിക്കളയല്ലമ്മ ഫ്രൈ ആക്കാം. അമ്മേന്റെ അടുപ്പുമേ ഇരുന്നിട്ട് മീൻ മുറിക്കും. ഏതടുപ്പും മറ്റേ പണ്ടെത്തിയാ മീനിടുന്നുണ്ട് പിഞ്ഞു. മീനെല്ലാം ഇട്ട് നമ്മളെ മീൻകറികളെ നല്ലോണം തിളക്കലായി വാങ്ങാനായി അല്ലേ പിഞ്ഞു? നമുക്കിവിടെ വാങ്ങി വെക്കാം. തൽക്കാലം ഇവിടെ വാങ്ങി വെക്കാം. നമ്മളെ അടുത്ത പരിപാടി മുരിങ്ങയില. എല്ലാം ഇന്ന് നമ്മളെ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലോകൂട്ടാ അതിനിടയ്ക്ക് ഞാൻ മീൻ മുറിക്കാൻ പോയി. അപ്പോൾ ലോകൂട്ടനാണ് വീഡിയോയിൽ എടുത്തത്. അപ്പോൾ നമ്മളെ മുരിങ്ങയില വറവും കൂടി റെഡി ആയാലമ്മേ. എത്ര പെട്ടെന്നാവുന്നല്ലേ. ചൂടും ഇന്നലെ മഴ ആയതുകൊണ്ട് ഭയങ്കര ചൂടുന്നല്ലേ. ഇപ്പൊ എത്ര വേഗം ആകുന്ന അടുപ്പില്ലല്ലേ. കറി വാങ്ങി ഇപ്പൊ മുരിങ്ങാച്ചപ്പായി അടുപ്പത്ത് വേഗാവുന്നു. എല്ലാം അടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം ആക്കാൻ. അത്രക്കും സ്പീഡിലാണ് വേണ്ടി ആകുന്നത്. അടുപ്പ് നല്ലോണം ചൂടായിട്ട് നിൽക്കല്ലേ. തീ വേറെ എവിടെ പോകുന്നില്ലല്ലോ. അതെ. അപ്പൊ മുരിങ്ങാച്ചപ്പ് റെഡി. ഇനി മീനും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. മീൻ ഞാൻ അവിടെ മുറിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടമ്മേ. വേഗം അരവിറക്കിയിട്ട് കൊണ്ടുവരാം കേട്ടാ. ഈ നേരം പഠിച്ചുകൊണ്ടുണ്ടായ മീനാന്ന് മുറിച്ച് ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ബാക്കിയിലെ നമുക്ക് പിന്നെ വറ്റിക്കാം. അപ്പം നമ്മളെ കഴിച്ചൽ മീൻ ഇതാ അരവെല്ലാം പെരക്കി എടുത്തിട്ടുണ്ട്. ഇനി മീനും കൂടി പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ മണ്ണിൻ്റെ അടുപ്പിലെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞു അല്ലേ മേ. കുക്കിംഗ് ചാലഞ്ച്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണ കുറവാണ്.
കളിപ്പിക്കണം. അപ്പ അപ്പം എല്ലാവരും ചോറ് കഴിച്ചു, ഞാനും ലേഗൂസും മാത്രം ബാക്കിയായി അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി മീൻകറി മാങ്ങയിട്ട് വെച്ച്. മാങ്ങ കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോല് ചെത്തിയിട്ട് ആക്കണ്ട് കേട്ടാ. ചില മാങ്ങ അങ്ങനെ തോല് കയ്പുണ്ടാവൂലേ, അങ്ങനെയില്ല മാങ്ങ തോലോടെ തന്നെ ഇടാം കേട്ടാ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തോല് ചെത്താണ്ട് ഇട്ടാലും പറഞ്ഞത് മാങ്ങേന്റെ തോല് ചെത്തൂലേ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു തോല് ചെത്തണ്ട, കയ്പുണ്ടെങ്കിൽ നല്ല മാങ്ങയത് പച്ചമധുരം മാങ്ങ. തോല് ചെത്തിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മ ചൊറിയിക്കുന്നു. എന്താ നമ്മളെ മുരിങ്ങാച്ചപ്പിലി ഉണ്ട്, മീൻകറി ഉണ്ട്, സ്പെഷ്യല് വേണ്ടേ വരാല് പൊരിച്ചതുണ്ട്. വരാല് പൊരിച്ചത് കുറച്ച് ഇപ്പത്തേക്ക് പൊരിച്ചത് ഇതിലൂട്ടാ, ബാക്കി അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ വറ്റിക്കോ പൊരിക്കോ എല്ലാം ചെയ്യാം. തലയിലുണ്ട്, തല ഫാൻസ് ആണെന്നുണ്ട് കൂടുതൽ, അതുകൊണ്ട് വറ്റിക്കേണ്ടി വരും. ഇതെടുക്കാമേ. നമുക്ക് അതിന്റെ അത്ര ഫാൻ അല്ല കേട്ടോ അമ്മ. പൊരിച്ചാ തിന്നില്ലല്ലോ. പൊരിച്ചാ തിന്നും, കറി വെച്ചാൽ അത്ര വലിയ ഇഷ്ടം നല്ലത്. നല്ല പെടുത്തുന്ന മീനല്ലേ, പെട്ടക്കുന്ന മീനുണ്ട്. അപ്പോൾ നമ്മ ചോറ് കഴിക്കട്ടെ. തീയെല്ലാം കെട്ട് ആള് ശാന്തനായ അമ്മ. അടുപ്പിനെ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിന് കുറച്ച്. അപ്പൊ നമ്മ ചോറെല്ലാം കഴിച്ച് അല്ലേ അമ്മ? ചോറെല്ലാം കഴിച്ച് നമ്മളെ അടുപ്പ് സൂപ്പർ ഇട്ടാ, ഒന്നും പറയാനില്ല. ഇന്ന് നമ്മ രാവിലെ മുതൽ ഇതാ ഉച്ചവരിയിലെ എല്ലാ വിഭവങ്ങളും അതിലാന്ന് ഉണ്ടാക്കിന്. രാവിലെ അമ്മ കപ്പയാക്കി, പാല് കാച്ചി, പിന്നെ ചോറ് തിളപ്പിച്ചു, ചോറ് വെച്ചു, വൈകുന്നേരത്തേക്കില്ലേ മീൻകറി ആക്കി, വറവാക്കി, ചൂടുവെള്ളാക്കി, മീൻ പൊരിച്ച് 9 ഐറ്റംസ് ഇന്ന് അതിലാക്കിട്ടാ. അത് വിചാരിച്ചിട്ടുണ്ടാവും പടി കിട്ടി, വല്ലാത്ത സ്ഥലത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അമ്മ പണിക്കെല്ലാം പോകുമ്പോ നമ്മ ഉള്ളു തന്നെയായിരിക്കും ഉണ്ടാക്കാനും ചെയ്യല്. എന്നാലും നമുക്കത് ഒരു അത്യാവശ്യമാണ് തോന്നുന്നല്ലോ. ഇപ്പൊ മഴയെല്ലാം പെയ്യുമ്പോൾ ഉള്ളിലിടെല്ലാം വിറകടുപ്പിലെല്ലാം വെക്കാലോ. അതേപോലെ ഓർഡറിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചോറെല്ലാം അതിൽ വെക്കാം ഉള്ളുന്ന അപ്പം ചുടുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കലെല്ലാം വറക്കി വെച്ചിട്ട് അങ്ങനെയും വെക്കാം. നടുവെല്ലാം വേദന ഇല്ലവരാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോ. എന്താ വെച്ചാല് എനക്ക് നല്ല തന്നെ, അത് അധികം വിറകും ചെലവില്ല. ആടെ അടുപ്പിൽ വെച്ചെടുത്താൽ ഊരിക്കൊണ്ടിരിക്കൊന്നും വേണ്ട. കത്തി കഴിഞ്ഞാൽ പിന്നെ ഒരേ കത്തിൽ കത്തും, നെഞ്ചി കൊടുക്കേ വേണ്ടു. തീ പുറത്തേടിയും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നല്ല ചൂടും ഉണ്ട് അടുപ്പ് നല്ല ഒരു അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കോ. നടുവെല്ലാം മണങ്ങി ആക്കണം എന്നുള്ള ബുദ്ധിമുട്ടില്ലവർ 2-3 കല്ല് വർക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാലും മതി. നല്ല അടിപൊളി അടുപ്പ് കേട്ടാ അല്ലമ്മ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അമ്മ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിനി. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ എടുത്തിയാന്ന്. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് കാര്യമായിട്ടൊന്നുമില്ല, ഉച്ചക്കത്തെ ചോറും കറിയും കാര്യങ്ങൾ തന്നെയാണ് വൈകുന്നേരത്തേക്ക്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടല്ല വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് അങ്ങ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസിലിട്ട് ഷെയറെല്ലാം ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.